Hey guys, welcome to my YouTube channel, The Pharmacy by Roshni. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്, അതായത് റേറ്റ് ഓഫ് ഫിൽട്രേഷൻ. യെസ്, സോ 5 മാർക്കിനുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ മാക്സിമം ഒരു 5 മാർക്കിനൊക്കെ ഇത് ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ അടുത്തത് ഏത് ടോപ്പിക്ക് വേണം എന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. So let's go to the video. ഫസ്റ്റ് ഓഫ് ഓൾ, റേറ്റ് ഓഫ് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറലി ഉള്ള ഒരു സാധനമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഇപ്പോൾ നാച്ചുറലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ചായയുടെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളതൊരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് ചായപ്പൊടിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫിൽട്രേഷൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഒരു ഫിൽട്രേഷൻ്റെ പ്രോസസ്സ് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഈ ഫാക്ടേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിഫറൻസ് ആണ്. അപ്പോൾ പ്രഷർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ഒരു പ്രഷർ ഡിഫറൻസിന് വലിയൊരു പങ്കുണ്ട്. ഇപ്പോൾ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഫിൽട്രേഷൻ ആണ്. ഇതുമായിട്ടുള്ള പ്രഷർ ഡിഫറൻസ് ആണ്. പ്രഷർ ഡിഫറൻസ് എന്ന് പറഞ്ഞത് ഫിൽറ്റർ മീഡിയവും അതുപോലെ തന്നെ ഫിൽറ്റർ കേക്കിനും ഇടയിലുള്ള പ്രഷർ. ഫിൽറ്റർ കേക്ക് കൂടുതൽ ആകും തോറും, ഡെപ്പോസിറ്റ് ആകും തോറും അവിടുത്തെ പ്രഷർ കുറയുകയും അങ്ങനെ ആ ഫിൽട്രേഷൻ കുറയുകയും ചെയ്യുന്നു, അല്ലേ? ഇപ്പോൾ ചായ നമ്മൾ അരിക്കുന്ന സമയത്ത് ചായപ്പൊടി കൂടുന്തോറും നമ്മുടെ അടിയിൽ വരുന്ന ആ ഒരു ചായയുടെ അളവ് കുറയില്ലേ? അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ആണ്. ആൻഡ് അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി. വാട്ട് ഈസ് വിസ്കോസിറ്റി? ഫിൽറ്റർ ചെയ്യാനുള്ള ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി അല്ലെങ്കിൽ കട്ടി, എത്രത്തോളം കട്ടിയുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മുടെ ഫിൽട്രേഷൻ എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു അരിപ്പയിൽ കുറച്ച് തേൻ എടുത്തിട്ട് അരിച്ച് നോക്കുക, അതുപോലെ തന്നെ ഒരു അരിപ്പയിൽ നിങ്ങൾ കുറച്ച് പച്ചവെള്ളം അരിച്ച് നോക്കുക. ഏതായിരിക്കും വേഗം അത് പാസ് ചെയ്യുന്നത്? വെള്ളം തന്നെയാണ്, അല്ലേ? അപ്പോൾ വിസ്കോസിറ്റി കൂടുന്തോറും റേറ്റ് ഓഫ് ഫിൽട്രേഷൻ കുറയും. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ കൂടണമെങ്കിൽ വിസ്കോസിറ്റി കുറയണം. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് കൂടണമെങ്കിൽ ഒന്ന് കുറയണം എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് രീതിയിൽ നമുക്ക് ഓൾട്ടർ ചെയ്യും. ഇപ്പോൾ നമ്മൾ സിറപ്പിൻ്റെ ഒക്കെ കേസാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് ടെമ്പറേച്ചർ കൂട്ടുന്നതിലൂടെ നമുക്ക് അതിൻ്റെ വിസ്കോസിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഷുഗർ സൊല്യൂഷനൊക്കെ ഉണ്ടാക്കുകയാണ്. നമ്മൾ കുറച്ച് ഷുഗറും കുറച്ച് വാട്ടർ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് ചൂടോടെ ഇരിക്കുമ്പോൾ കുറച്ച് നല്ല വാട്ടറി ആയിരിക്കും. പക്ഷേ അതിൻ്റെ ചൂട് ആറും തോറും എന്താണ്, നല്ല കട്ടിയായിട്ട് ആ ഒരു സൊല്യൂഷൻ മാറി മാറി വരും. അങ്ങനെ നല്ല കട്ടിയായിട്ട് തേൻ പോലുള്ള ഒരു സൊല്യൂഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചില കേസുകളിൽ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൊല്യൂഷൻ്റെ വിസ്കോസിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ സിറപ്പൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഹോട്ടായിട്ടുള്ള സിറപ്പാണ് നമ്മൾ ഫിൽട്രേഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. കോൾഡ് സിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽട്ടർ ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അതായത് പോറസ് മെംബ്രെയിനിലൂടെ പാസ് ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഏരിയ ഓഫ് ദ ഫിൽറ്റർ മീഡിയം. സോ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ലാബിൽ നമ്മൾ ഫിൽറ്റർ ചെയ്യുന്ന ഒരു കേസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മൾ അവിടെ ചെയ്യുന്നത്? ഫണലിൻ്റെ മുകളിൽ നമ്മുടെ ഫിൽറ്റർ പേപ്പർ മടക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഫണലിന് എത്രത്തോളം വലിപ്പമുണ്ടോ അല്ലെങ്കിൽ ഫിൽറ്റർ പേപ്പറിന് എത്രത്തോളം വലിപ്പമുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഫിൽട്രേഷൻ എന്ത് ചെയ്യും? കൂടും, അല്ലേ? ചെറിയ അരിപ്പയാണോ വലിയ അരിപ്പയാണോ കൂടുതൽ ഫിൽറ്റർ ചെയ്യാമെന്ന് ചോദിക്കുന്ന ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫിൽറ്റർ ചെയ്യാനായിട്ട് സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ ഫിൽട്രേഷൻ റേറ്റും കൂടും. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഫിൽട്രേഷനിൽ സർഫസ് ഏരിയയുടെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് ദ ഫിൽറ്ററിങ് ലിക്വിഡ്. ഫിൽറ്റർ ചെയ്യാൻ എടുക്കുന്ന ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ. നേരത്തെ നമ്മൾ പറഞ്ഞ വിസ്കോസിറ്റിയുടെ കേസ് പറയുന്ന പോലെ തന്നെ ടെമ്പറേച്ചർ കൂടുതലുള്ള ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ടെമ്പറേച്ചർ കുറവുള്ള ലിക്വിഡ് ആണെങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് അടുത്ത ഫാക്ടറാണ് പോർ സൈസ് ഓഫ് ദ ഫിൽറ്റർ മീഡിയം. ഫിൽറ്റർ മീഡിയത്തിൻ്റെ പോർ സൈസ്. പോർ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു അരിപ്പ എണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള പോർ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോ ഹോളിൻ്റെയും സൈസാണ് പറയുന്നത്. ആ ഒരു ഹോളിൻ്റെ സൈസ് അല്ലെങ്കിൽ ആ ഒരു അപ്പർച്ചറിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം കൂടുന്നു അത്രത്തോളം എന്താണ് റേറ്റ് ഓഫ് ഫിൽട്രേഷനും കൂടും. ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ അതിൽ ഫിൽറ്റർ ചെയ്യുമ്പോഴാണോ, അതേസമയം ഒരു അരിപ്പ എടുത്ത് ഫിൽറ്റർ ചെയ്യുമ്പോഴാണോ നമുക്ക് വേഗം ഫിൽറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഒരു അരിപ്പയിലെ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലുതാണ്. ഒരു ക്ലോത്തിൻ്റെ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചെറുതാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ്. അപ്പോൾ പോർ സൈസ് ഓഫ് ദ ഫിൽറ്റർ മീഡിയം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ആണ്. തിക്നെസ് ഓഫ് ദ ഫിൽറ്റർ കേക്ക്. തിക്നെസ് ഓഫ് ദ ഫിൽറ്റർ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോറസ് ആയിട്ടുള്ള പോറസ് മെംബ്രെയിൻ്റെ മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സ്ലറി
ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണ്, കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സോളിഡ്സ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സെറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിയുന്ന സമയത്ത് എന്താ, ആ ഒരു നല്ല കട്ടിയിലുള്ള സോളിഡ് മുകളിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ കട്ടിയിൽ സോളിഡ് അവിടെ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫിൽട്രേഷൻ എന്തായിരിക്കും, വളരെ സ്ലോ ആയിരിക്കും അല്ലേ. അപ്പോൾ എത്രത്തോളം തിക്നെസ് കൂടുന്നുവോ അത്രത്തോളം നമ്മുടെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. തിക്നെസ് ഓഫ് ദ ഫിൽറ്റർ കേക്ക് കൂടുന്തോറും റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്താ ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തിക്നെസ് എപ്പോഴും നമ്മൾ കുറയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫിൽറ്റർ എയ്ഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അടുത്തതാണ് നേച്ചർ ഓഫ് ദ ഫിൽറ്ററിങ് സോളിഡ് മെറ്റീരിയൽ. നമ്മൾ ഫിൽറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫിൽറ്റർ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ലിക്വിഡിലുള്ള സോളിഡ് മെറ്റീരിയൽസിൻ്റെ നേച്ചറിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ചില മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോറോസിറ്റി കൂടുതലുള്ള മെറ്റീരിയൽസ് ആയിരിക്കും അതിൽ അടങ്ങിയിട്ടുണ്ടാവുക. പോറോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിനിടയിൽ ഒരുപാട് സ്പേസ് ഉള്ള പാർട്ടിക്കിൾസാണ്. ഓരോ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലും ഒരുപാട് സ്പേസ്, ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ സ്പേസ് കൂടുതലുണ്ടെങ്കിൽ ആ ഒരു സ്പേസിലൂടെയൊക്കെ എന്താണ് നമ്മുടെ ലിക്വിഡിന് പാസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നല്ല കൺജസ്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് മുകളിലൂടെ സോളിഡിന് പാസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പോറോസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ഫിൽട്രേഷൻ റേറ്റും കൂടും. സോ ആ ഒരു പോറോസിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നേച്ചർ ഓഫ് ദ ഫിൽറ്ററിങ് സോളിഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു നേച്ചർ എങ്ങനെ ഇരിക്കുമോ അതുപോലെയുമാണ് ഫിൽട്രേഷനും നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇത്രയുമാണ് റേറ്റ് ഓഫ് ഫിൽട്രേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ട്സും ഞാൻ ഈ സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എക്സ്പ്ലനേഷൻ ഞാൻ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പരിഗണിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ആൻഡ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.